ഹലോ ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ ഓക്കെ ആയിട്ടിരിക്കുന്നു. ചെറിയൊരു വയ്യായികയുണ്ട്, ബട്ട് സ്റ്റിൽ ഐ എം ഓക്കെ. അപ്പോൾ ഇത് ന്യൂ ഇയറിന് മുമ്പുള്ള കുറച്ച് ദിവസങ്ങളിൽ ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആണ്. ഇത് 27th 27th മോർണിംഗ് ഞാനും അനൂപും കൂടെ ഒന്ന് ട്രിവാൻഡ്രത്തേക്ക് പോയി. ഒരാവശ്യം ഉണ്ടായിരുന്നു, അമ്മയുടെ ഒരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയി തിരിച്ച് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തി. നേരെ കുഞ്ഞമ്മയുടെ അവിടേക്കാണ് വന്നത്. അപ്പോൾ കണ്ടതാണ് ഇത്. കുഞ്ഞമ്മ തന്നെത്താൻ ഉണ്ടാക്കിയതാണ് ഒരു ക്രിസ്മസ് ട്രീയും ഒരു റീത്തും. ഞാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്രിസ്മസിന് എനിക്കും കൂടെ ഒരു റീത്ത് ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. രാവിലെ അമ്പലനാറ് പോയി അമ്മയുടെ പെൻഷൻ്റെ ഇത് കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുത്തു തിരിച്ച് വന്നു. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു. ഇനി പിന്നെയും പോവാണ്. ഞാൻ അവിടെ നിൽക്കാത്തതിന് കാരണം അനൂപിൻ്റെ കണ്ണിൽ ചെറുതായിട്ടൊരു റെഡ്നെസ് ഉണ്ട്. അപ്പോൾ അത് ഇനി ഇൻ കേസ് വല്ല ഇൻഫെക്ഷൻസ് ആണെങ്കിൽ എല്ലാവർക്കും ആവണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വന്നത്. ഇനി വീണ്ടും പോവാണ്. അത് അലർജി എന്തോ ആണ് അനൂപിൻ്റെ കണ്ണിൽ. അവിടെ അമ്പലനാളിൽ തന്നെയുള്ള ഒരു മോളുടെ റിസപ്ഷനാണ്, മാരേജ് റിസപ്ഷനാണ്. അവിടെ വെച്ച് തന്നെ അമ്പലനാൾ പാർക്കിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴി ഏണിക്കര എന്നാണെന്ന് തോന്നുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. ഏണിക്കര ആ ഒരു അമ്പലം ഉണ്ടല്ലോ, ശിവൻ്റെ മഹാദേവൻ്റെ ഒരു അമ്പലം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നത് ഈ മണ്ഡലകാലം അവസാനിക്കുന്ന ആ ഒരു അതിൻ്റെ ആണെന്ന് തോന്നുന്നു. വേറെ ഉത്സവത്തിൻ്റെ സമയമായിട്ടില്ല. അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണിത്. തെയ്യത്തിൻ്റെയും ഒക്കെ ആളുകളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു, അവിടെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. 7 o'clock അവിടെ എത്താനായിരുന്നു അമ്മ പറഞ്ഞത്. പക്ഷേ ഈ ബ്ലോക്ക് കാരണം ഞങ്ങൾ കുറച്ചൊരു 5 minute ഒന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ ഒന്ന് എടുക്കാൻ തോന്നി. തെയ്യത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തെയ്യം എന്ന് പറയുന്ന ആർട്ട് ഫോം. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന പുള്ളി ടാറ്റ കാണിച്ചതാണ്. ഞാൻ ആദ്യം വിചാരിച്ചു എടുക്കരുതേ എന്ന് പറയുന്നതാണ്. ഇതിപ്പോൾ സൺഡേ ആണ്, 7 മണി കഴിഞ്ഞു. ഞങ്ങൾ രാവിലെ തൊട്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അനൂപ് പുറത്തുള്ള ജോലികളും ഞാൻ വീടിൻ്റെ ഉള്ളിലെ ജോലികളും ഒക്കെ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഭയങ്കര ബോറടി, ഭയങ്കര ഒരു ഡൗൺ ഫീലിംഗ്. അപ്പോൾ ഞാൻ അനൂപിൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞു എന്നാൽ ഒരു മൂവി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അനൂപ് ആദ്യം സർവമായ ബുക്ക് ചെയ്യാനാണ് പോയത്. അപ്പോൾ സുധിച്ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ സുധിച്ചേട്ടനും ആ മൂവി കണ്ടിട്ടില്ല. സുധിച്ചേട്ടനും കൂടെ കൊണ്ട് നമുക്ക് ട്രിവാൻഡ്രത്ത് പോകുമ്പോൾ ആ മൂവി കാണാമെന്ന് വെച്ചു. ഇപ്പോൾ കാണാൻ പോകുന്നത് വൃഷഭ, മോഹൻലാലിൻ്റെ പുതിയ ഫിലിം ഇറങ്ങിയിട്ടുണ്ടല്ലോ വൃഷഭ എന്ന് പറഞ്ഞിട്ട്, അത് കാണാനാണ് പോകുന്നത്. ഭയങ്കര ഒരു മോഹൻലാൽ ഫാനാണ്. അപ്പോൾ അനൂപ് പറഞ്ഞു എന്തായാലും മൂവി കാണാൻ പോവല്ലേ, പുറത്തുനിന്ന് ഫുഡും കൂടെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഫുഡും കഴിച്ച് മൂവിയും കണ്ടിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാം. ഓഡിയോ റെക്കോർഡായിട്ടില്ല. ബാക്കിൽ നിൽക്കുന്ന ആളെ കാണാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാണെന്ന്. അപ്പോൾ രാത്രിയിൽ ഗേറ്റ് പൂട്ടുന്നതും തിരിച്ചു വരുമ്പോൾ ഗേറ്റ് തുറക്കുന്നതൊക്കെ അനൂപാണ്. ഞാനതൊരു ചെറിയൊരു കള്ളവിലയിലൊരു ഉറക്കവും കാണിച്ചിരിക്കും. പക്ഷേ എനിക്ക് സത്യത്തിൽ എനിക്ക് പാമ്പിനെ പേടിയാണ്. അതാണ് ഞാൻ ഇന്ന് രാവിലെ കൂടെ രാവിലെ അല്ല ഉച്ച സമയത്ത് ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മൈലോയും മിലിയും ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ വന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും അവരുടെ കിണലിൻ്റെ താഴെ നോക്കി കുരയ്ക്കുമായിരുന്നു. എനിക്ക് ഉറപ്പാണത് പാമ്പാണെന്ന്. ഞാൻ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ പോയില്ല, അതിന് ഉറക്കമായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഡിസ്റ്റർബും ചെയ്തില്ല. ഞങ്ങളൊരു 7:15 സമയത്താണ് ഇറങ്ങിയത്. സൺഡേ ആണോ എന്താണെന്ന് അറിയില്ല, കടകളെല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു വൈബ്, ഓണമായാലും ക്രിസ്മസ് ആയാലും ഇങ്ങനെ ലൈറ്റ്സ് കിടക്കുന്നതും സ്റ്റാർസ് ഇങ്ങനെ കിടക്കുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ നെടുമങ്ങാടാണ് ബുക്ക് ചെയ്തിരുന്നത്. വൃഷഭ മൂവിക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്നത് നെടുമങ്ങാടാണിത്. നെടുമങ്ങാട് ജംഗ്ഷൻ, നെടുമങ്ങാട് ഏരിയ ആണിത്. ഇവിടെ 2-2.5 വർഷമായി താമസിക്കുന്നെങ്കിലും നെടുമങ്ങാട് ഏരിയ ഞങ്ങൾ അത്രത്തോളം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ
ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുള്ള കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു. രാജധാനി ഗ്രൂപ്പിൻ്റെ ഇന്ദ്രപ്രസ്ഥ ഇവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. സൂര്യ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ഇന്ദ്രപ്രസ്ഥ, രാജധാനി ഗ്രൂപ്പിൻ്റെ ഇന്ദ്രപ്രസ്ഥ അവിടെ റെസ്റ്റോറൻറ്റിലാണ് കഴിക്കാൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൂര്യ, അവിടെയാണ് ബുക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ ബുക്ക് മൈ ഷോയിൽ നോക്കിയപ്പോഴും ഞങ്ങളുടെ രണ്ടുപേരുടെയും ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആ വെയിറ്റർ ആ പയ്യൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞു അതിൻ്റെ റിവ്യൂ അത്ര നല്ലതല്ല, മിനിമം 10 പേരുണ്ടെങ്കിലേ ഷോ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തിട്ട് കാളിദാസിലെ അവതാർ മൂവിയുണ്ട്, അത് 10 മണിക്കാണ്. അപ്പോൾ അത് പോയി കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കാളിദാസിലെത്തി. വൃഷഭ മൂവി ഞാൻ പറഞ്ഞിരുന്നല്ലോ, സൂര്യയിൽ ബുക്ക് ചെയ്തിരുന്നത് ആകപ്പാടെ ഞാനും അനുമ്പും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മിനിമം 10-15 ആൾക്കാർ വേണം, എന്നാലേ അവർ മൂവി പ്ലേ ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 പേരേ ഉള്ളൂ, അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ 10 മണിയുടെ അവതാർ മൂവിക്കാണ് വന്നിരിക്കുന്നത്. വീണ്ടും കാളിദാസിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ അവതാറിന് കയറി. 3 മണിക്കൂറായിരുന്നു മൂവി. വീട്ടിലെത്തിയപ്പോൾ 1 മണിയായി. കിടന്നുറങ്ങി. ആ ദിവസം കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാനൊരു ചിക്കൻ റെസിപ്പി പ്രിപ്പറേഷനിലാണ്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കാണണേ. ഇന്ന് ഗീ റൈസും ലെമൺ പെപ്പർ ചിക്കൻ വിത്ത് ഗ്രേവിയാണ്. ഞാൻ അതിൻ്റെ റെസിപ്പി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്നും കാണണേ. ഇത് അനൂപിന് സോപ്പിടുന്നതാണ്. എൻ്റെ പ്ലേറ്റും കൂടെ ഒന്ന് കഴുകണേന്ന് പറഞ്ഞു. ഊണൊക്കെ കഴിഞ്ഞു. ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീറ്റു. ഓൾമോസ്റ്റ് 5:30 ആയി. അപ്പോൾ ഇപ്പോഴാണ് ഈ ഒരു സംഭവം ആമസോണിൽ നിന്ന് വന്നത്. ഇതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഞാൻ 2026 വേണ്ടിയിട്ട് എനിക്കൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആക്ച്വലി ഞാനല്ല, അനൂപ് എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് തന്നതാണ്. ഇതാണ് സംഭവം. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? എന്താണെന്ന് മനസ്സിലായി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 2026 എൻ്റെ വിഷൻ ബോർഡിൽ എൻ്റെ പുതിയൊരു ഹോബിയായിട്ട് ഞാൻ വച്ചേക്കുന്നത് ഈ സംഭവമാണ്. എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. എന്താണ് എൻ്റെ വിഷൻ ബോർഡ് എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോസിൽ പറയാം. അപ്പോൾ ഇതായിരിക്കും 2025 എൻ്റെ ലാസ്റ്റ് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ മൈ വീഡിയോസ്. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. വെരി ഹാപ്പി ന്യൂ ഇയർ ടു വൺ ആൻഡ് ഓൾ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അഡിയോസ്.